CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നടുങ്ങി രാജ്യം. കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയും എറണാകുളം ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രനാണ് മരിച്ചത്. കേന്ദ്രത്തിൽ നിന്ന് കടം വാങ്ങി ജീവിക്കുന്ന സർക്കാർ സംസ്ഥാനത്ത് വാർഷികാഘോഷങ്ങൾക്ക് കോടികൾ പൊടിക്കുന്നുവെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കുന്നംകുളത്ത് തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാണാതായ ചാലിശ്ശേരി സ്വദേശികളായ സഹോദരിമാരെ തിരുപ്പതിയിൽ നിന്നും പോലീസ് കണ്ടെത്തി. അന്തർ സംസ്ഥാന പോലീസ് ഗ്രൂപ്പ്, തിരുപ്പതി പോലീസ് എന്നിവരുടെ സഹായത്തോടെയാണ് ഇരുവരെയും തിരുപ്പതിയിൽ നിന്ന് സുരക്ഷിതരായി കണ്ടെത്തിയത്. ലഹരിക്കെതിരെ സംഗീത ലഹരിയുമായി ഗംഗാ ശശിധരന്റെ വയലിൻ ഫ്യൂഷൻ പെയ്തിറങ്ങി. കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കൗമാര കലാപ്രതിഭ ഗംഗാ ശശിധരന്റെ വയലിൻ ഫ്യൂഷൻ അരങ്ങേറിയത്. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് ഏപ്രിൽ 25, 26, 27 തീയതികളിൽ മരിയൻ ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിക്കും. പുന്നയൂർക്കുളം പഞ്ചായത്തിന്റെയും അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ ബോധവൽക്കരണ ക്ലാസും ആരോഗ്യം ആനന്ദം പദ്ധതിയുടെ ഭാഗമായി സ്ത്രീകളിലെ ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പയിനും നടത്തി. നാടിന്റെ സാംസ്കാരിക സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്നതാവണം മസ്ജിദുകളെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാർ. കേച്ചേരി മമ്പ ഉൽ ഹുദ ഇസ്ലാമിക് അക്കാദമി അങ്കണത്തിൽ പുതുതായി നിർമ്മിച്ച ഗ്രാൻഡ് മസ്ജിദ് ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുന്നയൂർക്കുളം പഞ്ചായത്ത് കാന്താരി ഗ്രാമ പദ്ധതിയുടെ 2ാമത് സീസൺ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KA വിശ്വനാഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധരായ യോസേപിതാവിന്റെയും കന്യകാമറിയത്തിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഏപ്രിൽ 30, മെയ് 1 തീയതികളിലായാണ് തിരുനാളാഘോഷം. ഗുരുവായൂർ പൊന്നാനി സംസ്ഥാനപാതയിലെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ അശാസ്ത്രീയമെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. കടവല്ലൂർ ശ്രീ രാമസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായി ഭക്തിഗാനമേള നടന്നു. RSS പിറവികൊണ്ടത് മുതൽ രാജ്യത്ത് വർഗീയതയുടെ തേരോട്ടമാണെന്ന് CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം P ശശിധരൻ അഭിപ്രായപ്പെട്ടു. അണ്ടത്തോട് സംഘടിപ്പിച്ച VP രാമു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ മികച്ച അറബി അധ്യാപകനുള്ള AB അബ്ദുള്ള മാസ്റ്റർ പുരസ്കാരം കരസ്ഥമാക്കിയ കൂനമുച്ചി സെന്റ് തോമസ് UP സ്കൂളിലെ അറബി അധ്യാപികയായ MK ആത്തിഫ ബീവിയെ കുന്നംകുളം സബ് ജില്ലയിലെ റിട്ടയർഡ് അറബി അധ്യാപകർ ആദരിച്ചു. പോർക്കുളം പഞ്ചായത്തിൽ മെൻസ്ട്രൽ കപ്പിന്റെ വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മ വേണുഗോപാൽ നിർവഹിച്ചു. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതി പ്രകാരം തൃശൂർ പൊന്നാനി കോൾനിലങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് സംയുക്ത അവലോകന യോഗം ചേർന്നു. പുന്നയൂർക്കുളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 26 തൃശൂരിൽ നടക്കുന്ന തൊഴിൽ പൂരത്തിൽ പങ്കെടുക്കുന്നവർക്കായി അഭിമുഖ പരിശീലനം സംഘടിപ്പിച്ചു. ഏയാൽ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയുടെ വാർഷിക പെരുന്നാൾ ഏപ്രിൽ 26, 27 തീയതികളിൽ ആഘോഷിക്കും. കേരള യുവജനക്ഷേമ ബോർഡും കേരള സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷനും ചേർന്ന് തിരുവനന്തപുരത്ത് നടത്തിയ സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച വിജയം കൈവരിച്ച ഗ്രേറ്റ് മാർഷൽ ആർട്സ് കളരിപ്പയറ്റ് അക്കാദമിയിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നമ്മളൊന്നാകണം നാടിന്റെ നന്മയ്ക്കായി എന്ന മുദ്രാവാക്യവുമായി വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ സാഹോദര്യ പദയാത്ര പെരുമ്പിലാവ് സെന്ററിൽ സമാപിച്ചു. കുന്നംകുളം ട്രോപ്പിക്കൽ ഹെൽത്ത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സൗജന്യ ശാരീരിക മാനസിക വൈകല്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 27 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 2 മണി വരെയാണ് ക്യാമ്പ്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.